പഴയന്നൂരിന് അവാർഡ് തിളക്കം. മലയാള സിനിമയിലെ ഫൈറ്റ് മാസ്റ്ററും പഴയന്നൂർ സ്വദേശിയുമായ ബ്രൂസ് ലീ രാജേഷ് ഇന്ത്യൻ ഫിലിം അക്കാദമി വിന്നർ. കാർഷിക ഗ്രാമമായ പഴയന്നൂരിൽ നിന്നും സിനിമയുടെ മായിക ലോകത്തേക്ക് നടന്നുകയറിയ ചെറുപ്പക്കാരനാണ് പഴയന്നൂർ കല്ലേപ്പാടം വീട്ടിക്കൽ വീട്ടിൽ പരേതനായ രാമകൃഷ്ണന്റെയും സീതാലക്ഷ്മിയുടെയും മകനായ രാജേഷ്. 1995 നാഷണൽ കരാട്ടെ ചാമ്പ്യൻ ആയിരുന്നു. കൂട്ടുകാർ കളിയാക്കി വിളിച്ച പേരാണ് ബ്രൂസ് ലീ. ആദ്യത്തെ മലയാള സിനിമ 2008 റിലീസായ മായക്കാഴ്ച. മായക്കാഴ്ചയിൽ സംഘട്ടനം രാജേഷ് എന്നാണ് സ്ക്രീൻ ടൈറ്റിൽ. നാട്ടുകാരും കൂട്ടുകാരും തിരിച്ചറിഞ്ഞില്ല. അവരുടെ മനസ്സിൽ രാജേഷ് എന്നും ബ്രൂസ് ലീ രാജേഷ് ആണ്. അതുകൊണ്ട് പിന്നീടുള്ള സിനിമകളിലെല്ലാം ബ്രൂസ് ലീ രാജേഷ് എന്ന പേരാണ് പിന്തുടർന്നത്. അപ്പോത്തിക്കിരി, അസുരവിത്ത്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, റോഷാക്ക്, ലോനപ്പന്റെ മാമോദിസ, എല്ലാം ശരിയാവും, അതിഗംഭീര കാമുകൻ, പത്മിനി, ആസാദി, ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അടിനാശം, വെള്ളപ്പൊക്കം ഉൾപ്പെടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 150ലധികം സിനിമകൾക്ക് സംഘട്ടനം സംവിധാനം ചെയ്തിട്ടുണ്ട്. 20ഓളം മലയാള, തമിഴ് സിനിമകളിലും രാജേഷ് അഭിനയിച്ചിട്ടുണ്ട്. സുസ്ഥിർഹമായ സേവനങ്ങൾക്കൊടുവിൽ രാജേഷിനെ തേടിയെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ സൗത്ത് ഇന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ അച്ചീവ്മെന്റ് അവാർഡ്. രാജേഷിലൂടെ ഒരു സിനിമാ അവാർഡ് പഴയന്നൂരിലെത്തിയ സന്തോഷത്തിലാണ് പഴയന്നൂർ നിവാസികളും രാജേഷിന്റെ സൗഹൃദ വലയവും. ഡിസംബർ 20 വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ വെച്ച് രാജേഷിന് അവാർഡ് സമ്മാനിക്കും. ഭാര്യ ധർമാവതിയും മകൻ തേജസ് കന്തയും സഹോദരങ്ങളായ ചന്ദ്രിക, രാജശ്രീ, രാധിക എന്നിവരും കുടുംബാംഗങ്ങളും രാജേഷിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്.